ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് പോയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷൻ. അതിലെ എപ്പിസോഡ് നമ്പർ 71, 72, 73 ആണ്. അപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല. അപ്പോൾ അടിപൊളി കിടിലം എപ്പിസോഡുകളാണ്. നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ഒറോച്ചിമാറോ മിറ്റ്സുക്കി ലോഗും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഒറോച്ചിമാരോട് ആ ഒരു റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ മിറ്റ്സുക്കിയുടെ കയ്യിലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോഗാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒറോച്ചിമാറോ എന്ന് പറയുന്ന ആൾ ഒരു 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 ദയവും ഇല്ലാത്ത ആളാണ്, നീ അയാളുടെ കൂടെ പോവരുത്. മിറ്റ്സുക്കിക്ക് ലോഗനെ കാണുമ്പോൾ താൻ തന്നെ ആണോ എന്ന് തോന്നുന്നുണ്ട്, കാരണം അത്രയ്ക്കും സിമിലാരിറ്റി. അങ്ങോട്ടേക്ക് തിരിച്ചു നോക്കുമ്പോൾ ഒറോച്ചിമാറോ, ഞാൻ നിൻ്റെ പാരൻ്റാണ്, ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യുമോ മോനെ, അങ്ങനൊന്നും ചെയ്യത്തില്ല, നീ ഈ കൊച്ചു പയ്യൻ പറയുന്നതാണ് കേൾക്കാം, നമ്മൾ കൊള്ളാം എന്ന രീതിയിൽ ഒറോച്ചിമാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മിറ്റ്സുക്കിക്ക് എന്നല്ല ആർക്കായാലും കൺഫ്യൂഷൻ ആവൂലേ. അപ്പോഴത്തേക്കും മിറ്റ്സുക്കി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ തീരുമാനം എനിക്ക് തന്നെ എടുക്കാനറിയാം, നിങ്ങൾ ആരും എന്നെ എൻ്റെ തീരുമാനം എടുപ്പിക്കാൻ പഠിപ്പിക്കേണ്ട എന്ന രീതിയിൽ. അത് കേൾക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒറോച്ചിമാരുടെ ലോഗിനും ഒരു ചെറിയ സ്മൈലൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ ഒരു റിപ്പോർട്ടിൽ എന്ന പോലെ മിറ്റ്സുക്കി നമ്മളുടെ ബൊറൂട്ടോയുടെ ഫോട്ടോ കാണും. പിന്നെ ബൊറൂട്ടോയെ ശരണം എന്ന് പറഞ്ഞ് നടക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ വരെ എത്തിയത്. ഇതെന്തിനാ ഇപ്പോൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമ്മളുടെ മിറ്റ്സുക്കിയുടെ ഡ്രീമായിരുന്നു. മിറ്റ്സുക്കിക്ക് ഡ്രീമോ? യെസ്, മിറ്റ്സുക്കിക്ക് ആദ്യമായിട്ട് കനവ് വന്നിരിക്കും. മിറ്റ്സുക്കി ഓർമ്മയുണ്ട്, ഇവൻ സ്റ്റേജ് മോഡിൽ പോയ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോയപ്പോൾ അവൻ്റെ ഓർമ്മയിൽ ഇതാണ് കേട്ടോ. അപ്പോഴത്തേക്കും അതുകൊണ്ടാണോ ഇനി ഇതുപോലത്തെ ഒരു സ്വപ്നം വന്നേക്കുന്നത്? ഇപ്പോൾ സ്റ്റേജിൻ്റെ അതൊരു ചക്ര യൂസ് ആയതും സ്റ്റേജ് മോഡ് എടുത്തപ്പോഴാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണോ എന്നൊക്കെ രീതിയിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ബൊറൂട്ടോയുടെ ഫോട്ടോ നോക്കിയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ബൊറൂട്ടോണ്ട് പോയി പറയുന്നുണ്ട്, എടാ ഞാൻ സ്വപ്നം കണ്ടു. ബൊറൂട്ടോ അതിനിപ്പോൾ എന്താ? അപ്പം മിറ്റ്സുക്കി പറഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. അതെന്താ നീ സ്വപ്നം കാണാത്തേ? നീ സ്വപ്നം കാണാറില്ലേ? ഞാനൊക്കെ കുറേ കാണുവാടാ, അതെന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്യാൻ നിൽക്കുന്ന കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ എന്താണ് കൊണയെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ചോജു പറയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ? നിങ്ങൾക്ക് മാനേഴ്സ് ഉണ്ടോ? നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക് ഫുഡിനോട് റെസ്പെക്റ്റ് ഉണ്ടോ? പിള്ളേരെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യണം, നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് പോകാൻ. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ഹാംബർഗർ ഓർഡർ ചെയ്യാണ്. കാരണം ലൈറ്റ്നിങ് ബർഗർ സ്റ്റോപ്പാണ്, അവിടെ വന്നത് തന്നെ അത് കഴിക്കാനാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുക്കിനോട് എന്തോ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ ഇല്ല, എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറ്. അപ്പോൾ ബൊറൂട്ടോ പറയുന്നത്, നിൻ്റെ ഇഷ്ടത്തിനല്ലേ ചെയ്യേണ്ടത്, നീ ചെയ്യുന്നു പറയുന്നത്. അപ്പോഴത്തേക്കും മിറ്റ്സുക്കി പറയുന്നത്, എനിക്കങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ചോജ പറയുന്നത്, എൻ്റെ പൊന്നു പിള്ളേരെ നീ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ബൊറൂട്ടോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പുറകെ തന്നെ മിറ്റ്സുക്കി സെയിം സാധനം വാങ്ങിച്ചുകൊണ്ട് വരാണ്. അത് ബൊറൂട്ടോ ഓർഡർ ചെയ്ത അതേ സാധനം മിറ്റ്സുക്കിയും വാങ്ങിച്ചേക്കാണ്. അവനും അതാണ് ഇഷ്ടം. ഇവർ തമ്മിൽ എന്താണെന്ന് സറാഡ നോക്കുന്നുണ്ട്. ഇതാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും നോക്കുന്നത്. അപ്പോഴത്തേക്കും സറാഡ പറയുന്നുണ്ട്, ബൊറൂട്ടോ നിന്നോട് അതുണ്ട് എന്ന് മിറ്റ്സുക്കി പറഞ്ഞതെന്ന് മാത്രം നീ എന്നോട് പറയരുത്. അപ്പം മിറ്റ്സുക്കി പറയുന്നത്, എനിക്കെല്ലാം ബൊറൂട്ടോ ചെയ്യുന്നതാണ് ഇഷ്ടം, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ സറാഡ അത് പറഞ്ഞു എന്ന രീതി ഇരിക്കുകയാണ്. കാരണം അവർ രണ്ടുപേരും പെരുമാറുന്നത് കണ്ട കപ്പിൾസിനെ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളുടെ സറാഡ മിറ്റ്സുക്കി ബൊറൂട്ടോ അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിക്കഡായും മിനോജിനും അവരുടെ സംസാരത്തിലേക്ക് ചേരുന്നത്. അപ്പോൾ ഷിക്കഡായി പറയുന്നുണ്ട്, നീ ഇവിടെ വല്ലതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ബൊറൂട്ടോ? കീ എന്ന് വല്ലതും. അപ്പോൾ ബൊറൂട്ടോ ഇങ്ങനെ നോക്കുകയാണ്. നമ്മളുടെ ഷിക്കഡായി പറഞ്ഞതുപോലെ ഇനോജിൻ്റെ ഷോൾഡറിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ നോക്കിയിട്ട്, കോക്കോ എന്താണ് ഒരു കോഴിക്കുഞ്ഞിനെ കുറിച്ചൊരു ചുറ്റല, നീ തന്നെ പറയാ എന്ന രീതിയിൽ. അപ്പോൾ ഷിക്കഡായി പറഞ്ഞു, ഞാൻ പറയാം എന്താ സംഭവം. പൗഡറി ഫാം വൃത്തിയാക്കാൻ പോയി. അപ്പോൾ അവിടെ വെച്ച് ഒരു കോഴിമുട്ട കിട്ടി. ഇവിടെ കിട്ടിയതും നമ്മുടെ ചോജു പറഞ്ഞു, അത് പൊരിച്ചു തിന്നണോ അവിച്ചു തിന്നണോ, നമുക്ക് ഓംലേറ്റ് അടിച്ച് തിന്നാം, ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ വാങ്ങിക്കാം, നമുക്ക് ഓംലേറ്റ് അടിച്ച് തിന്നാം, അതേ ഇനി നൂഡിൽസിൻ്റെ കൂടെ തിന്നണോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനോജിന് അത് കൊടുക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചു വെച്ചു. ധൈര്യവാൻ. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചു വെച്ച ഒരു കോഴി അമ്മയെ പോലെ. അപ്പം മുട്ട പൊട്ടി. അപ്പോൾ പൊട്ടിയ മുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞ് വന്നു. ആ കോഴിക്കുഞ്ഞ് നമ്മളുടെ ഇനോജിനെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ബൊറൂട്ടോ പറഞ്ഞു, ഡാഡി ഡാഡി എന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ ഷിക്കഡായി പറഞ്ഞു, യെസ് അങ്ങനെയാണത് വിളിക്കുന്നത്, അതൊരു കോഴി അമ്മയാണോ ഇരിക്കുന്നത്, ഇനോജിനല്ല എന്ന രീതിയിൽ പറയാണ്. അപ്പോൾ ബൊറൂട്ടോ പറഞ്ഞു, എനിക്ക് തോന്നി അത് കീ എന്നല്ല വിളിക്കുന്നത്, ഡാഡി ഡാഡി എന്നാണ് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയെന്ന്. അപ്പോഴത്തേക്കും ഇങ്ങനെ കളിയാക്കുമ്പോൾ സറാഡ പറയുന്നത്, എൻ്റെ പൊന്നു മോനെ ബൊറൂട്ടോ നീ എഴുന്നേറ്റ് വരാൻ. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുക്കി ഇത് ആലോചിക്കുകയാണ്. മിറ്റ്സുക്കി ആദ്യം എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് എന്താണ്? ബൊറൂട്ടോനെ. അതിനുശേഷം നമ്മുടെ ലോഗ് ആ ഒരു ഫോട്ടോ ബൊറൂട്ടോടെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ബൊറൂട്ടോയാണ് ജീവൻ എന്ന് പറഞ്ഞ് നടന്നു. അതും ഇതുപോലല്ലേ എന്ന രീതിയിൽ ഓർക്കാണ്. അത് കോഴിയമ്മയല്ലേ എന്നല്ല, ഇതുപോലെ അല്ലേ എന്ന് ഓർക്കാണ് ആദ്യം കണ്ടത്.
അപ്പോൾ സറാഡ എന്നിട്ട് പറയണം, എന്താണ് നീ ഇവിടെ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഹൊക്കാഗെ പറഞ്ഞതല്ലേ നമ്മളിത് ഡ്യൂട്ടിക്ക് ചെല്ലണമെന്ന്. അങ്ങനെ അവർ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ എന്താ ഡ്യൂട്ടി എന്ന് നോക്കിയാൽ ഫൈക്കാഗെ സമിറ്റ് നടക്കുകയാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ പഴയ കാഗേമാരും പുതിയ കാഗേമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും കൊണ്ടുവന്ന് എത്തിച്ചു ആ വാറിന് ശേഷം, ഇത്രയും ഡെവലപ്ഡ് ആയിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. 3 പേര് കാരണം ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും പ്രശ്നം ഉണ്ടായേക്കാണ്. ഈ കാഗേമാർക്ക് എല്ലാവർക്കും ജനങ്ങളോടൊരു റീസൺ പറയേണ്ടതായിട്ട് വന്നേക്കാണ്. കാരണം അങ്ങനെയൊരു സ്ഥലത്ത് വെച്ച് ഇവന്മാർ കൂളായിട്ട് വന്നതും ഇങ്ങനെ ഹൊക്കാഗെനെ തട്ടിക്കൊണ്ട് പോയതും ഒക്കെ തുടർന്നിട്ട് നമ്മളുടെ ചുഴിൻ എക്സാം ക്യാൻസൽ ആയതിന് വരെ ഭയങ്കര റീസൺസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിപ്പോൾ പേടിയുണ്ട്, ഇത് നടക്കുമോ, ഇവർ സേഫ് ആണോ എന്ന രീതിയിൽ പേടിയുണ്ട്. ഇവരൊക്കെ കാഗേമാരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എന്ന രീതിയിലാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം. അത് മാത്രമല്ല നമ്മളും പേടിച്ചേ പറ്റൂ. കാരണം അതിലൊരുത്തൻ രക്ഷപ്പെട്ടു പോയി. അവൻ എങ്ങോട്ട് പോയി, എന്താണ് അവൻ്റെ സ്ട്രെങ്ത്, അവൻ്റെ വീക്ക്നെസ് എന്നൊന്നും അറിയത്തുകൂടിയില്ല. അവൻ എങ്ങോട്ട് പോയി എന്നും അറിയത്തില്ല. ഇനി ഇതേ ക്ലാനിൽ നിന്നും എത്ര പേര് ബാക്കിയുണ്ട് എന്ന് ഒട്ടും അറിയത്തില്ല എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ഇവിടെ സീരിയസ് ആയിട്ട് ചർച്ചകൾ അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ പഴയ കാഗേമാരുടെ അടുത്ത് ഒരു സജഷൻ ചോദിക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത്. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളുടെ മെയ് ഉണ്ട്, അതുപോലെ തന്നെ എ ഉണ്ട്, നമ്മളുടെ കക്കാഷി ഉണ്ട്. മെയ് ആരാന്നറിയാലോ, മിസുകാഗെ. എ ആരാന്നറിയാലോ, റൈക്കാഗെ. അതുപോലെ തന്നെ നമ്മളുടെ കക്കാഷി ആരാന്നറിയാലോ, നമ്മളുടെ ഹൊക്കാഗെ. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കാഷി എന്ന് ഓറഞ്ച് തോലിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കുറച്ച് നേരമായി തോലിക്കുന്നു എന്ന് നമ്മളുടെ റൈക്കാഗെ പറയണം. ഞാൻ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എന്തുവാന്ന് പറഞ്ഞിട്ട് എന്നെയും കക്കാഷിയെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കക്കാഷി ഇവരുടെ ഡിസ്കഷനിലൊന്നും വലിയ പാർട്ടാവുന്നില്ല. എന്താണ് നമ്മളുടെ കക്കാഷിക്ക് ഒരു അഭിപ്രായമില്ലാത്ത പോലെയാണ് കക്കാഷി നിൽക്കുന്നത്. ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ്. ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല, എനിക്കെന്തിനാണ് ടെൻഷൻ എന്ന രീതിയിൽ കക്കാഷി പറയാണ്. എന്താണ് ഇവൻ പറയുന്നത്, ഇങ്ങനെ ഒരാളെ ഹൊക്കാഗെയായിട്ട് വെച്ചിരുന്നെന്നോ, ഇത്രയും ഇതായിട്ടോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഡറൂയിക്കും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കക്കാഷി മിണ്ടാതിരിക്കുകയാണ്. കാരണം കക്കാഷി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഓറഞ്ച് തൊലിക്കുന്നത്. അതേസമയം നമ്മളുടെ ബൊറൂട്ടോ, മിറ്റ്സുകി, സറാഡേനും കാണിക്കുകയാണ്. 3 പേരും കോട്ടുവായോ ഇട്ടാണ് അവിടെ നമ്മളുടെ ഫൈക്കാഗെ സമിറ്റിലാണ് അവർക്ക് ഡ്യൂട്ടി. ഇതെങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുകി ഒരു ഡൗട്ട് ബൊറൂട്ടോട് ചോദിക്കുകയാണ്. അപ്പോൾ മിറ്റ്സുകി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ നമ്മളുടെ ഇനോജിൻ ആ കോഴീനെ കൊണ്ട് വന്നില്ലേ, അത് ആദ്യം കണ്ടത് നമ്മളുടെ ഇനോജിനെ, അതുകൊണ്ട് അതിന് അങ്ങനെ തോന്നി അവനാണ് അമ്മയെന്ന്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളവർക്ക് നമുക്ക് തോന്നത്തില്ലേ, നമ്മളൊരു അങ്ങനെയാണോ, ഞാൻ എന്തെങ്കിലും ഗെഞ്ചറ്റ്സിലാണോ എന്ന രീതിയിലൊക്കെ നമ്മളുടെ മിറ്റ്സുകി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയുന്നത്, സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് അത് എന്താണ് കുഞ്ഞുവാവിയൊന്നും അല്ല നമ്മളിപ്പോഴും, നീ ഇപ്പോൾ സംസാരിക്കുന്നില്ലേ അത് തന്നെ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. അപ്പോഴത്തേക്കും എന്താ, നിനക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്നല്ലേ, സോ അതൊന്നും നീ മൈൻഡിൽ നിന്ന് കള, നീ അങ്ങനെയൊന്നും അല്ല എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ മിറ്റ്സുകിക്ക് ചെറിയ ആശ്വാസമൊക്കെ തോന്നും. അപ്പോഴാണ് ബോറടി മാറ്റാനായിട്ട് ബൊറൂട്ടോ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് ഈ ലോകത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ഏതാണെന്ന്. കേട്ട പാടെ സറാഡ പറയുന്നുണ്ട്, ഇത് നിന്റെ ചോദ്യം അല്ലല്ലോ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയാം, എൻ്റെ ചോദ്യമല്ല, പിന്നെ ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ബൊറൂട്ടോ പറഞ്ഞു, വേറെ ആര്, അച്ഛനാ പറഞ്ഞിരുന്നത് നമ്മളുടെ നറൂട്ടോയാണ് ഈ ക്വസ്റ്റ്യൻ ബൊറൂട്ടോനോട് ചോദിച്ചേക്കുന്നത്. അതായത് നറൂട്ടോയും ബൊറൂട്ടോയും കൂടെ വില്ലേജ് ഇങ്ങനെ ചുറ്റി നടന്ന് വൈകുന്നേരം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഈ സ്റ്റോൺ ഫേസ് കണ്ടപ്പോഴത്തേക്കും നറൂട്ടോ കുറേ അധികം നേരം അതിൽ നോക്കിക്കൊണ്ടിരുന്നു. എന്താ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബൊറൂട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നറൂട്ടോ ചോദിച്ചു, ഈ ലോകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോൺ ഏതാണെന്നാണ് നീ വിചാരിക്കുന്നതെന്ന്. അപ്പോൾ ബൊറൂട്ടോ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അതോ ആ സ്റ്റോൺ ഫേസ് കാർവ് ചെയ്തേക്കുന്ന അതല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നറൂട്ടോ പറയുന്നത്, അതല്ല, അങ്ങനെയായിരുന്നെങ്കിൽ നീ തകർത്തിട്ട് അതൊന്നും പണിയാൻ പറ്റുമായിരുന്നോ, അതൊന്നും അല്ല, വേറൊന്നാണ്, അത് നീ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ എല്ലാവരും അതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അതിലോട്ട് ചിന്ത പോവാണ് ഈ 3 പേരുടെ. അങ്ങനെ അവിടെ ബോറടി മാറുന്നുണ്ട്. ആ സമയമാണ് ബഹളം കേൾക്കുന്നതും മിറ്റ്സുകി അങ്ങോട്ടേക്ക് പോകുന്നതും. സറാഡ ബൊറൂട്ടോനെ നോക്കി പറയുന്നുണ്ട്, നീ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, മിറ്റ്സുകി അത് ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മിറ്റ്സുകിയുടെ എന്നാലും ഫുൾ കോൺസെൻട്രേഷൻ അതിലൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ്റെ മൈൻഡ് വേറെ എങ്ങോട്ടോ പോണ പോലെ നിനക്ക് തോന്നുന്നു. ബൊറൂട്ടോ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നേ, നീ ഞാനും തമ്മിൽ പോലെ അല്ല ഞാനും അവനും തമ്മിൽ, അത് ഞങ്ങൾ അത്രയ്ക്കും തിക് ഫ്രണ്ട്സാണ്, ബെസ്റ്റീസാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവൻ എൻ്റെ അടുത്തൊന്നും ഒന്നും ഒളിപ്പിക്കാറില്ല, അതുകൊണ്ട് നീ വിഷമിക്കേണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാഡയ്ക്ക് എന്നാലും പറയണം, ഒന്ന് ശ്രദ്ധിക്കണേന്ന്. എനിക്കെല്ലാം അവനെ പറ്റി അറിയാമെന്ന് ബൊറൂട്ടോ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ഒനോക്കിയുടെ ഫോട്ടോയാണ് മിറ്റ്സുകി പിടിച്ചോണ്ട് നിൽക്കുന്നത്. അവിടെ ചെന്ന് സറാഡ അത് കണ്ടതും ഞെട്ടിപ്പോവാണ്. എന്ത് ഒനോക്കിയുടെ ഫോട്ടോയോ, ഒനോക്കിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇദ്ദേഹത്തെ കാണാനില്ല, കാഗെയാണ് മുമ്പത്തെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ അയാൾ സ്റ്റോൺ എന്നാണെന്ന് പറയുമ്പോൾ ഹിഡൻ സ്റ്റോണെന്നോ, അപ്പോൾ ഇയാൾക്ക് ആ സ്റ്റോണിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയായിരിക്കും, അതുകൊണ്ട് ഇയാളെ കണ്ടുപിടിക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ മിഷൻ ഇവരങ്ങനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സറാഡ പറയുന്നുണ്ട്, കണ്ടുപിടിക്കാൻ ഈസി അല്ല, ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ ഈ വില്ലേജ് തന്നെ ഇപ്പോൾ 2 ആകും. കാരണം അയാൾ
അത്രയ്ക്കും ഹീറോസിൻ്റെ ഹീറോ ആയിട്ട് വരുന്ന ഒരാളാണ്, തലവൻ്റെ തലവനാണ്. കാരണം അയാൾക്ക് പാർട്ടിക്കൽ സ്റ്റൈലുണ്ട്. കെക്കായ ഗംഗായിൽ തന്നെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒന്നാണ്, അധികം പേർക്കൊന്നും ഇല്ലാത്തൊരു ടാലൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു നോട്ടീസ് ആരോ തട്ടിപ്പറിച്ചുകൊണ്ട് പോകണം. ഏത് കിളട്ട് ചെറുക്കനാണ്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഓണോക്കി ഇത്രയും മോശമായിട്ട് എൻ്റെ പടം ആരാടാ വരച്ചതാ, സായി ആണോ വിളിക്കവരെ എന്ന് പറഞ്ഞിട്ടാണ് ഓണോക്കി നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങളൊക്കെ ആരാന്ന് ആദ്യം ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും പിന്നെ ഓണോക്കി തന്നെ അങ്ങോട്ട് പറയാണ്, ഓ നീയാണ് ബൊറുട്ടോ ഉസുമാക്കി, നാറുട്ടോ ഉസുമാക്കിയുടെ മോൻ. ഓ എനിക്ക് മനസ്സിലായി, നിന്നെ കാണാൻ അതുപോലെ ഉണ്ട് ആ കുരുട്ട് ചേർക്കണ കണക്ക്. ആ നീയാണ് സാസുകിയുടെ മോള്. ആ സാസുകി. അപ്പോൾ നീയാണ് അവസാനത്തെ ഉച്ചിഹ മെമ്പർ ഇപ്പോൾ വില്ലേജിലുള്ളതിൽ. ഓക്കെ നീ ഓ എന്ന് പറയുമ്പോൾ തന്നെ സാറാടെ പറയണം നമുക്ക് ഫൈക്കാകെ സബ്മിറ്റ് നടക്കുന്നിടത്തേക്ക് പോകണമെന്ന്. ഞാൻ പാർട്ടിക്കൽ സ്റ്റൈൽ യൂസ് ചെയ്യും, എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് കൈ സ്ട്രെച്ച് ചെയ്തതും നടു ഉളുക്കി പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയാണ് എന്ത് പറ്റി, ഇപ്പം നമുക്ക് ആ ഫൈക്കാകെ സബ്മിറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഒന്നൊക്കെ പറയണത് എനിക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം അതിനകത്ത് പോയിട്ട് എന്താണ് അവന്മാർ യൂത്താണ് പോലും, യൂത്തും ഒന്നുമല്ല, അവർ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ബൊറൂട്ടോ പറയുന്നുണ്ട് എന്തൊക്കെയോ ഡയലോഗ് പറയുന്നത്, അതിൻ്റെ ഇടയിൽ പാർട്ടിക്കൽ സ്റ്റൈൽ ഉപയോഗിക്കുമെന്ന് പറയുന്നത്. നടുവാണെങ്കിൽ ഉളുക്കി പിടിച്ചിരിക്കുന്നത് ഇയാൾ എന്ത് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോ ആണെങ്കിൽ പോയിട്ട് പറയുന്നുണ്ട് ശരിയാണ്, അതിന് പുറത്ത് നിന്നാൽ തന്നെ എന്താണ് ഭയങ്കര ബോറിംഗ് ആണ്, പിന്നെയാണ് അകത്ത് കയറി അവരുടെ സംസാരം ശരിയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഓണോക്കി പറഞ്ഞു കറക്റ്റ് മോനെ നിനക്ക് കാര്യം മനസ്സിലായി, ഞാൻ കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ എന്നെ കൊണ്ട് ചുറ്റി കാണിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയാണ് കൊണ്ടുപോകാം, പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിനെ എനിക്ക് ആൻസർ പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ഏതാണ്? ഒന്നോക്കി പറയാണ് പറയാം, എന്നെ ഇവിടെ ഫുൾ ചുറ്റി കാണിക്കാൻ. അങ്ങനെ ഫുൾ ചുറ്റി കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഡംപ്ലിങ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ലീഫ് വില്ലേജ് കണ്ട് ഓനോക്കി ഞെട്ടി പോകുന്നുണ്ട്. അതിനുശേഷം ഫൈക്കാകെ സമ്മിറ്റിൽ കാണിക്കുകയാണ്. അവിടെ നമ്മളുടെ കാകെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡറോയി പറയുന്നുണ്ട് ഗാറ എടുത്ത് എത്രയും പെട്ടെന്ന് ഒരു സംഭവം കണ്ടുപിടിക്കണം, കാരണം അതിൽ വന്നതിൽ ഒരുത്തൻ രക്ഷപ്പെട്ടു പോയില്ല, അവൻ്റെ പവർ എന്താണെന്ന് അറിയത്തില്ലെന്ന്. അപ്പോൾ നമ്മളുടെ സാസുകെ അത് അന്വേഷിക്കുകയാണെന്ന് പറയാണ്. അത് അന്വേഷിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നാറൂട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കാശിനെ കാണിക്കുകയാണ്. കക്കാശി ആ ഓറഞ്ച് എടുത്തിട്ട് അങ്ങനെ ഓരോ വെള്ള സാധനം ഇല്ലേ അതുവരെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയ് നോക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നിനക്ക് ഞാൻ ഭൂതക്കണ്ണാടി വാങ്ങിച്ച് തരുമെന്ന്, ഇങ്ങനെ പോയാൽ നീ എന്തിനാ ഭൂതക്കണ്ണാടി വാങ്ങിച്ചു കൊടുക്കുന്നത്, ഞാൻ ഈ ഓറഞ്ച് തൊലി കളയാതെ ഇങ്ങനെ അങ്ങ് വിഴുങ്ങും, അങ്ങനെ ഞാൻ തീർത്തിട്ട് പോകുമെന്ന് പറയാണ്. അപ്പോൾ കക്കാശി പറയണേ എന്ത് ചെയ്യാനാ, കഴിക്കാനുള്ള പഴം എന്തെങ്കിലും കൊണ്ടുവച്ചാൽ അത് അതിൻ്റെതായ രീതി കഴിക്കണ്ടേ. അപ്പോൾ മെയ് പറയാണ് ഇങ്ങനെ കഴിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജന്മത്തിൽ, ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ നീ ചെയ്താൽ നീ ഈ ജന്മം ഈ ഓറഞ്ച് മൊത്തം തിന്ന് നിർത്തത്തില്ല, ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ കൊണ്ട് വെക്കരുതെന്ന് പറയാണ്. ഓറഞ്ച് വേറെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നെന്ന് പറയാണ് വെക്കാൻ. അപ്പോൾ കക്കാശി വാ തുറന്ന് ചോദിക്കുകയാണ് എന്താ പറ്റി നിങ്ങൾക്ക് എന്താ പ്രശ്നമൊന്നോ, ഇത്ര കൂളായിട്ടും കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും ഇരിക്കാൻ എങ്ങനെ തോന്നുന്നു, ലൈക്ക് ഇത്രയും വലിയ പ്രശ്നത്തോടെ പോകുന്നു, നീ എന്താ ഒന്നും ഡിസ്കസ് ചെയ്യാത്തതെന്ന്. അപ്പോൾ കക്കാശി പറയുന്നുണ്ട് ഇപ്പോൾ അവർ വന്നിട്ടില്ല, വരാത്ത അവരെ പറ്റി ഞാൻ ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഇല്ലാത്ത കാര്യം ഓർത്ത് ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അവന്മാർ വരുമ്പോൾ അവന്മാർക്ക് നല്ല പാഠം പഠിപ്പിച്ചു കൊടുത്ത് വിട്ടാൽ പോരെ, പിന്നെ ഞാൻ എന്തിനാ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത്, എന്തായാലും നമ്മുടെ കയ്യിൽ പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്നും ഉണ്ടെന്ന് പറയണം. അപ്പോൾ നാറൂട്ടോയോ സമ്മതിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഓണോക്കിക്ക് ഒട്ടും ടെൻഷനില്ല, ഓണോക്കി വന്നിട്ട് കൂടിയില്ലെന്ന് റൈക്കാകെ പറയണം, തിരക്ക് ആളെ വിട്ടിട്ടുണ്ടെന്ന് പറയണം. നമ്മുടെ കാങ്കേമാരെല്ലാം ഒണോക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒണോക്കിനെ കാണിക്കുകയാണ്. വില്ലേജ് ഫുൾ അവിടെ കിടന്ന് ചുറ്റി നടന്ന് കാണുകയാണ്. ലീഫ് വില്ലേജ് ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ആ കൊച്ചു പയ്യൻ നറൂട്ടോ ആണ് ഇത് അത്രയും ചെയ്തത്, എൻ്റെ പൊന്നെ ഇത്രയും ചെയ്തല്ല ആ മനുഷ്യൻ പാവം കഷ്ടപ്പെട്ട് കാണും എന്നൊക്കെ പറഞ്ഞ് ഉണക്കി പോവാണ്. അപ്പോഴാണ് ഉണക്കി കാണുന്നത് ക്രെയിൻ ഇല്ലാതെ വെറും ഒരു ചരട് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അവന്മാർ കട്ട കെട്ടി പൊക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഇത്രയും വലിയ ഇതിൽ ഈ സാധനം വെച്ചാണ് അവന്മാർ ചെയ്യുന്നത്, ഇത്രയും ഡെവലപ്ഡ് ആയെന്ന് പറഞ്ഞിട്ട് എന്താ സേഫ്റ്റി ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അത് പൊട്ടി ആ സാധനം താഴെ വീഴാൻ പോകുന്നതും താഴെ ഒരു പയ്യൻ നിൽക്കുന്നതും കയ്യിൽ സറാഡയുടെയും മിറ്റ്സുകിയുടെയും ബൊറൂട്ടോയുടെയും കയ്യിൽ ഫുൾ ഗിഫ്റ്റ്സ് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇരിക്കുകയാണ് ഒണോക്കി വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഒണോക്കിയാണ് അങ്ങോട്ട് ചെല്ലുന്നതും പാർട്ടിക്കൽ സ്റ്റൈൽ യൂസ് ചെയ്ത് ആരെ രക്ഷിക്കുന്നതും ആ പയ്യനെ രക്ഷിക്കുന്നതും. അതുകൊണ്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു. ഓണോക്കിയുടെ നടു ഉളുക്കി പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. സറാഡയും ബൊറൂട്ടോ ഒക്കെ ഞെട്ടിപ്പോയി. ഇത്രയും അടുത്ത് പാർട്ടിക്കൽ സ്റ്റൈൽ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ ബൊറൂട്ടോ ഓടി ചെല്ലുന്നുണ്ട്. ഓണോക്കിയുടെ ബോധം പകുതി മയങ്ങിയ പോലെയാണ്. ഓണോക്കി കാണുന്നത് ഓണോക്കിയുടെ മോനെയല്ല കൊച്ചുമോനെയാണ്. അത് കാണുമ്പോൾ അവൻ്റെ ഇങ്ങനെ മോനെ നീ എങ്ങനെ വന്നേന്നൊക്കെ ഓണോക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബൊറൂട്ടോ ആണെന്ന് മനസ്സിലായതോ നീയാണോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഈ കഥയൊക്കെ ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്കാണ് ഓണോക്കി കാലം വിഷമം. ഇത്രയും വലിയ ഷിനോബി വേൾഡായിട്ട് അവിടെ ഇപ്പോഴും ഇങ്ങനെ ഒരു കൊച്ചു മരിച്ചല്ലോ എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു നിഞ്ച ആവണമെന്ന്, ഒരു ഷിനോബി ആവണമെന്ന്. പക്ഷെ പറ്റിയില്ല എന്ന രീതിയിലൊക്കെ ഓണോക്കി പറയണം. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കൊസൂജി എന്നാണ്, നിന്നെ പോലെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ ജിൽ പറഞ്ഞ് നടക്കും. നീ ചോദിച്ചില്ലായിരുന്നോ ഈ ലോകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് റോക്ക് ഏതാണ്, നിങ്ങൾ 3 കല്ലെടുത്തിട്ട് വരാൻ പറയാണ്. അങ്ങനെ 3 കല്ലെടുത്തിട്ട്
വരാണ്. അത് മൂന്നും കൈ പിടിച്ചിട്ട് പറയാണ് ഇതിൽ ഏറ്റവും വലുത് ഏറ്റവും സ്ട്രോങ് ഏതാണെന്ന് തോന്നുന്നു. അപ്പോൾ സറാഡ ഒരെണ്ണം എടുക്കുകയാണ്. സറാഡ എടുത്തിട്ട് ബൊറൂട്ടോ എടുക്കൂലല്ലോ. അങ്ങനെ വേറെ ഒരെണ്ണം ഡ്രാസ്റ്റിക് അതായത് ചേഞ്ച് ആയിട്ടുള്ള ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ സറാഡയും ബൊറൂട്ടോ രണ്ടെടുത്ത് ഇനി മിറ്റ്സുഗി ഒരെണ്ണം എടുക്കണമെന്ന് വെച്ച് നോക്കിക്കൊണ്ട് നിന്നാൽ അല്ല, മിറ്റ്സുഗി വേറെ ഒരെണ്ണമാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും മിറ്റ്സുഗി എടുക്കാൻ പോയിട്ട് എടുക്കുന്നോ ഇല്ല. അങ്ങനെ ബൊറൂട്ടോനെ നോക്കണം, അവൻ വേറെ ഒന്നാണല്ലോ എടുത്തത്, അപ്പോൾ അതെടുക്കാൻ പറ്റുമല്ലോ. ഇനി അതുകൊണ്ട് മിറ്റ്സുഗി എടുക്കുന്നില്ലെന്ന് പറയണം. അങ്ങനെ നമ്മളുടെ സുച്ചിക്കാക്കെ പറയാണ്, അതായത് നമ്മുടെ ഒനോക്കി പറയാണ്, അതായത് നീ എടുത്തില്ലേ, നീ എടുത്തതല്ല സ്ട്രോങ്ങസ്റ്റ്, നീ എടുത്തില്ലേ, നീ എടുത്തതും അല്ല സ്ട്രോങ്ങസ്റ്റ്. നിങ്ങളുടെ ഉള്ളിലെ മനസ്സാണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ. നിങ്ങളത് മനസ്സിലാക്കണം. എത്ര കഷ്ടപ്പാട് വന്നാലും നിങ്ങൾ പൊട്ടി പോകത്തില്ല. കാരണം എന്താ, നിങ്ങളുടെ മനസ്സ് അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളുടെ മിറ്റ്സുഗിക്ക് അത് കേൾക്കുമ്പോൾ അതിനൊരു ആൻസർ കിട്ടിയില്ലേ. അപ്പോൾ ഇതിനും ആൻസർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മിറ്റ്സുഗിയുടെ ആ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, അതായത് ഞാൻ ഇങ്ങനെയാണോ എന്ന്. നിൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ, നിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയുന്നുണ്ടായിരിക്കുമല്ലോ, അതായിരിക്കും നിൻ്റെ ഭാവി. നീ അതിനെപ്പറ്റി ചിന്തിക്കാതെ എന്താ, അങ്ങനെ നീ ചിന്തിച്ച് പൊക്കൂടെ, നീ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് മറ്റൊരു രീതിയിൽ പൊക്കൂടെ, എന്തിനാ ഈ ചെറിയ ഏരിയ നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ നമ്മളുടെ ഒനോക്കി പറയണം, എന്തോ മനസ്സിലാക്കിയതുപോലെ. അങ്ങനെ മിറ്റ്സുഗിക്കും കാര്യം മനസ്സിലായതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ ബൊറൂട്ടോ പറയാണ്, ഞാൻ ഈ ഒരു സംഭവം ചോദിച്ചത് നറൂട്ടോ അടുത്ത് പറയല്ലേ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഒനോക്കി പറയണം, ഞാനാണ് അവൻ്റെ അടുത്ത് ചോദിച്ചത് തന്നെ, ആ ചെറുക്കൻ നിൻ്റെ അടുത്തൊന്നും ചോദിച്ചല്ലേ, കൊള്ളാം അവന് വെച്ചിട്ടുണ്ടെന്ന്. അതെ, ഞാനും വെച്ചിട്ടുണ്ടെന്ന് ബൊറൂട്ടോ പറയണം. കാരണം ബൊറൂട്ടോ വിചാരിച്ച് നറൂട്ടോ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കി ചോദിച്ചതാണെന്ന്. ഒനോക്കി എന്നിട്ട് നമ്മളുടെ ബൊറൂട്ടോനോടും സറാഡോടും മിറ്റ്സുഗിനോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വില്ലേജിൽ വരുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇതുപോലെ വില്ലേജ് കൊണ്ട് നടന്ന് ചുറ്റി കാണിക്കാമെന്ന്. എന്നിട്ട് ഇവരെല്ലാവരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഒനോക്കി വില്ലേജിലേക്ക് പോകുന്നുണ്ട്. നമ്മളുടെ ബൊറൂട്ടോ പോകുന്ന വഴി സംസാരിക്കുന്നുണ്ട്. മിറ്റ്സുഗി എന്തോ പറയാൻ വരുന്നുണ്ട്. സറാഡയും ബൊറൂട്ടോ അത് കാര്യമാക്കാതെ അങ്ങ് സംസാരിക്കുകയാണ്. അവർ ശ്രദ്ധിക്കുന്നില്ല മിറ്റ്സുഗി പറയാൻ വന്നത് കേട്ടോ. അങ്ങനെ മിറ്റ്സുഗി എന്ത് ചെയ്യാണ്, അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അത് പറഞ്ഞോ ഇല്ലയോ സംസാരിച്ചോ ഒന്നും അറിയത്തില്ല, നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് മിറ്റ്സുഗിക്ക് എന്തോ ഒരാൾ ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നതാണ്. അങ്ങനെ മിറ്റ്സുഗി പെട്ടെന്ന് അലേർട്ടായിട്ട് ക്യുനായിയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. പകരം അവിടെ ഒരു കത്തിരിക്കുന്നതായിട്ട് കാണാൻ. ആ കത്ത് എടുത്തിട്ട് തുറന്ന് പൊട്ടിച്ച് വായിക്കുന്നുണ്ട്. എന്നിട്ട് അത് കത്തിച്ചും കളയുന്നുണ്ട്. എന്തോ ഒന്ന് മനസ്സിലായതുപോലെയും തീരുമാനിച്ചുറപ്പിച്ചതുപോലെയും മിറ്റ്സുഗി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നത് വെച്ചിട്ട് നമ്മളെ പിന്നെ കാണിക്കുന്നത് ലീഫ് വില്ലേജിൽ അന്നേ ദിവസം രാത്രി നടക്കുന്ന സംഭവമാണ്. ലീഫ് വില്ലേജിൽ നമ്മുടെ ഫൈക്കാകെ സമ്മിറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂട്ടിക്ക് നിന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഇളവ് കൊടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. പുതിയ ഷിഫ്റ്റാണ് ആൾക്കാർ വന്നേക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് സെക്യൂരിറ്റി അല്ല ഇപ്പോൾ കൊടുത്തേക്കുന്നത്. കാരണം കാഗ്യമാരും ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും കഥയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട, നേരെ കാണിക്കാം. അതായത് നമ്മളുടെ അവിടത്തേക്ക് ഒരു പാമ്പിനെ പോലത്തെ ഒരു സാൻഡ് രൂപം വന്ന് അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്കും അവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവനെന്നാണെങ്കിൽ മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു സുന്ദരം പയ്യൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സെക്യൂരിറ്റികളും കൂടി ഇവനെ തടയാൻ നോക്കുകയാണ്. അപ്പോൾ വേറൊരുത്തൻ വരാണ്. ഒരുത്തൻ അവൻ്റെ കഴുത്തിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ വേറൊരു വന്ന രൂപം, അത് രൂപമാണോ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗുളുഗുളു സാധനം അത് വന്ന് അറ്റാക്ക് ചെയ്യണം. അടുത്തെത്തുമ്പോൾ അത് മണൽ പോലെയോ അല്ലെങ്കിൽ എന്തോ വെള്ളം പോലെയോ ലിക്വിഡ് പോലെയോ ഒക്കെ ഇരിക്കുന്ന, അതിനെ കാണാൻ ഒരു എന്തൊക്കെ പോലെ ഉണ്ട്, ഒട്ടകത്തെ പോലെ ഉണ്ട്. പക്ഷെ അത് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, പാവം പോലെയുണ്ട് കാണാൻ മുഖം. അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിരട്ടത്തലയും കൂടെ വരുന്നുണ്ട്. ഈ ചിരട്ടത്തലയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈനെ ഇവർക്ക് നേരെ അയക്കുന്നുണ്ട്. ആ ബട്ടർഫ്ലൈ ഇവരുടെ അടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഒരു മിന്നൽ വെട്ടം പോലെ കാണുകയാണ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സായി ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് തിരക്കുവാണ്. എന്താണ് ഉണ്ടായത്, എങ്ങനെയായിരുന്നു സംഭവം, എന്തായിരിക്കും ഉണ്ടായത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്. എത്ര പേര് വന്നിട്ടുണ്ടെന്നും ഏകദേശം ഗസ് അടിക്കുന്നുണ്ട്. FIR ഒക്കെ എഴുതുന്നുണ്ട്. സായി ആണെങ്കിൽ അവിടെ ഫുള്ള് നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ കിട്ടുമോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലീഫ് വില്ലേജിലെ ഫോർവേഡ് പ്രൊട്ടക്ടർ ബാൻഡ് മനസ്സിൽ കിട്ടിയേക്കാണ്. അപ്പോൾ ഇത് പുതിയ ആരുടെ ആണെന്നും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സായി അതും എടുത്തിട്ട് പോകുന്നുണ്ട്. ബൊറൂട്ടോ സറാഡയും മിറ്റ്സുഗിനെ കാത്തിക്കാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണെങ്കിൽ നമ്മളുടെ കൊനോഹമാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ മിഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, മിറ്റ്സുഗിനെ ഒന്ന് അറിയിച്ചോ, അവനെ കിട്ടിയില്ല എന്ന്. അതുകൊണ്ട് മിറ്റ്സുഗിനെ കയ്യോടെ പറയാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ മിറ്റ്സുഗി ഇതുവരെ കണ്ടില്ല. എന്താണ് പറ്റിയേ എന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് പോകാൻ തീരുമാനിക്കണം മിറ്റ്സുഗിയുടെ വീട്ടിൽ. പോകാൻ നേരത്താണ് ബൊറൂട്ടോയ്ക്ക് അറിയുന്നത് ബൊറൂട്ടോയ്ക്ക് മിറ്റ്സുഗിയുടെ വീട് അറിയത്തില്ല. അപ്പോൾ സറാഡ ചോദിക്കുന്നുണ്ട് എപ്പോഴും കൂടെ ഇറക്കേണ്ടിയുണ്ട്, അവൻ്റെ വീട് അറിയത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ ബൊറൂട്ടോ പറയുന്നത് നിനക്കറിയാലോ നീ പറയാൻ. അങ്ങനെ അവർ സറാഡയുടെ കയ്യിലുള്ള ബുക്കിൽ നോക്കി മിറ്റ്സുഗിയുടെ വീട് കണ്ടുപിടിച്ച് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ മിറ്റ്സുഗിയുടെ വാതിലൊക്കെ തട്ടി നോക്കുന്നുണ്ട്. മിറ്റ്സുഗി, കളവൻ ചെറുക്ക, ഇറങ്ങി വാ, നീ അവിടെ ഉണ്ടോ എന്നൊക്കെ ബൊറൂട്ടോ വിളക്കണം ചോദിക്കുകയാണ്. ആരുമില്ല. അപ്പോൾ നമുക്ക് ഡോറും തുറന്നു നോക്കിയാലും ചോദിക്കുമ്പോൾ അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ ബൊറൂട്ടോ എന്നെ ചവിട്ടി
പൊളിച്ച് അകത്ത് കയറുന്നുണ്ട്. തുറന്നിട്ടേക്കുമായിരുന്നു ഡോറ്. അങ്ങനെ അവർ അകത്ത് കയറുമ്പോൾ കാണുന്നത് അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു ബോക്സിനകത്ത് ജീവിക്കത്തില്ലേ അങ്ങനെ തോന്നുകയാണ്. കാരണം അവിടെ കാണുമ്പോൾ തന്നെ ബൊറൂട്ടോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒട്ടും കളറില്ലാത്ത മങ്ങിയ ഒരു പെയിൻ്റുള്ള ഒരു റൂം, അവിടെ പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല. ബൊറൂട്ടോയുടെ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ട് അവിടെ. ഒരുപാട് മെഡിസിൻസും ഒരുപാട് ഓയിൽമെൻറ്റ്സും ക്രീംസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിറ്റ്സുകിക്ക് ഒരു സാധാ ഒരാളല്ലോ, അപ്പോൾ മിറ്റ്സുകിക്ക് വേണ്ടിയുള്ളതാണ്. മിറ്റ്സുകി എന്തിനാ ഇത് കഴിക്കുന്നതെന്ന് ബൊറൂട്ടോയോട് സാറായിട്ട് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുകയാണ്. നിനക്ക് പിന്നെ എന്തറിയാമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മിറ്റ്സുകിയുടെ പാരൻസിനെ വിളിച്ച് ചോദിക്കുക, അവരുടെ നമ്പർ എനിക്കറിയാമോ, അവരെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ പറയണം അതും എനിക്കറിയത്തില്ലെന്ന്. അങ്ങനെ കൊനോഹമാറിനോട് പോയി ഇതൊക്കെ പറയണം, മിറ്റ്സുകിനെ കാണാനില്ലെന്ന്. കൊനോഹമാർ പറയണം എൻ്റെ കൂടെയോ, നിങ്ങളുടെ കൂടെയല്ലേ എപ്പോഴും നടക്കുന്നത്, ബൊറൂട്ടോയ്ക്ക് അറിയണമെങ്കിൽ പിന്നെ എനിക്കങ്ങനെ അറിയാനാ, നിങ്ങൾ പോയി നിങ്ങൾ പോയി എവിടെയെങ്കിലും നിൽക്ക്, അവൻ എവിടെയെങ്കിലും പോയി കിടക്കുമായിരിക്കും, തിരക്കി വരുമായിരിക്കും എന്ന രീതിയിൽ പറയുകയാണ്. കൊനോഹമാറിന് എന്തോ വലിയ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് മിറ്റ്സുകിനെ കാണാതെ പോയ കാര്യം ഇത്രയും നിസ്സാരമായിട്ട് കാണുന്നത്. എന്താ താൻ ഈ പറയുന്നത്, ഇത്രയും നാളും തൻ്റെ ടീമിലുള്ള ഒരാളല്ലായിരുന്നു അത്, പിന്നെ ഞാൻ എന്തിനാ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് പറയുന്നത്, തനിക്ക് വല്ല ബോധമുണ്ടോ എന്ന രീതിയിൽ ബൊറൂട്ടോ ചോദിക്കുകയാണ്. അപ്പോൾ കൊനോഹമാർ പറഞ്ഞു ഞാൻ എന്തിനും ടെൻഷൻ ആവണം, അവൻ പോയത് എവിടെ, അവൻ അറിഞ്ഞൂടെ, അവന് വഴി അറിയാവുന്ന ആളല്ലേ, അവൻ തിരിച്ച് വരും, നിങ്ങളൊന്ന് അടങ്ങ്, നിങ്ങൾ പോയി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, ഇവിടെ ഒരുപാട് പ്രശ്നം പോകുന്നുണ്ട്, ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൊനോഹമാർ പോവാണ്. കൊനോഹമാർ തിരക്ക് പിടിച്ച് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൊക്കാഗെ ഒരു ജൂനിയൻസും ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതായത് ഹയർ റാങ്കിലുള്ള ആൾക്കാരെ മാത്രം ചേർത്തിട്ട്, പ്രത്യേകിച്ച് ജൂനിയൻസ് എല്ലാവരും അവിടെ ചെല്ലുന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഇനോജനും പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, മോഗിയും പോയായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് ബൊറൂട്ടോ ഉറപ്പിച്ച് അങ്ങോട്ട് പോവാണ്. ഒളിച്ചും പാത്തും ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയി എന്ന് കേൾക്കാണ്. അവിടെ കുറേ ക്ലോൺസിനെയൊക്കെ വിട്ട് പറ്റിച്ചാണ് ബൊറൂട്ടോ കയറിയേക്കണം കേട്ടോ. അവിടെ വെച്ച് ഇന്നലെ നടന്ന അറ്റാക്കിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ അയാൾ കോമ ഇതിൽ കിടക്കാണ്. അപ്പോൾ അയാൾക്ക് ബോധം വരുന്നത് വരെ ഒന്നും പറയാൻ പറ്റത്തില്ല, എന്താ ഉണ്ടായെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ചാൻസ് മിക്കവാറും ആ ഒരു ഒട്ടോട്സുക്കി ക്ലാനിലുള്ള ആൾക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ സായി പറയണം ഒരിക്കലും അല്ല. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടും ഇതുവരെ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ടും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അവരുടെ അറ്റാക്ക് ഇത്രയും പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ വേറെ ആരോ ആണ് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിന് പുറകിൽ ആരായാലും എന്തിനാണ് ഗാർഡ്സിനെ മാത്രം അറ്റാക്ക് ചെയ്തത്? അവർക്ക് അറിയാവുന്ന സമയമാണ്, അതായത് ലീഫ് വില്ലേജിൽ സെക്യൂരിറ്റി കുറവുണ്ട് എന്നറിയുന്ന സമയമാണ്. അപ്പോൾ വില്ലേജിനകത്തുള്ളതോ അല്ലെങ്കിൽ വില്ലേജ് നന്നായിട്ട് അറിയുന്നോ ആരോ ഒരാളാണ് ഇത് ചെയ്തേക്കുന്നതെന്നൊക്കെ ഒരു ചർച്ച അവിടെ പോകുമ്പോഴാണ് കാക്ക പറന്നു പോകുന്നത്. ഈ കാക്കേനെ കണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ തട്ടുകയാണ്. ആ സൗണ്ട് ഇവിടെ അകത്ത് കേൾക്കണം. അത് കേട്ട് ആരാണ് അവിടെ, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ബൊറൂട്ടോനെ കാണും എന്ന് പറഞ്ഞ് നിന്ന നമ്മളുടെ നറൂട്ടോ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരാന്ന് നോക്കിയാൽ സുനൈഡ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ സുനൈഡ നിങ്ങൾ ഇങ്ങോട്ടോ എന്ന് ചോദിക്കണം. അത് കേൾക്കുമ്പോൾ സുനൈഡ പിറകിൽ എല്ലാവരും പോകുമ്പോൾ ഇത് ആരാന്ന് നോക്കാൻ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ സുനൈഡ വന്നിട്ട് പറയണം എന്താണ് പ്രശ്നം നറൂട്ടോ, നീ എല്ലാ കാര്യവും കൃത്യമായിട്ടല്ലേ നോക്കുന്നുണ്ട്, നീ ചുനിൻസ് തന്നെ അല്ലേ അവിടെ നിർത്തിയത് ഗാർഡ്സായിട്ട്, പിന്നെന്താണ് പ്രശ്നം, എന്താണ് ഉണ്ടായത്, നീ എന്താ ഇത്ര അലേർട്ട് ആവാതിരുന്നത്? അപ്പോൾ നറൂട്ടോ പറയണേ ഞാനത് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, കാരണം ഇപ്പോൾ പ്രശ്നം നടക്കേണ്ട ഒരു ആവശ്യമില്ല, അത് മാത്രമല്ല വില്ലേജിലുള്ള ആർക്കും ഒന്നും പറ്റിയിട്ടില്ലെന്ന്. അപ്പോൾ സായി പറയണം എന്താ ഈ ഫോർവേഡ് പ്രൊട്ടക്ടർ ബാൻഡ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞ് സായി വെക്കുന്നുണ്ട്. ഇത് കണ്ടതും കൊനോഹമാർ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത് പറയുന്നുണ്ട് ഇത് മിറ്റ്സുകിയുടെയാണ്, ഇത് മിറ്റ്സുകിയുടെ ബാൻഡാണ് എന്ന്. അപ്പോൾ കൊനോഹമാരുടെ വാശിയും ദേഷ്യവും കേൾക്കണം ആ സൗണ്ടിൽ. അത് കേട്ടിട്ട് ബൊറൂട്ടോയും സറാണയും ഞെട്ടിപ്പോവാണ്. എന്ത് മിറ്റ്സുകിയുടെ ബാൻഡ്, ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ എന്തിനാ മിറ്റ്സുകിനെ വലിച്ചിട്ടുന്നത് എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ മിറ്റ്സുകി ആരാന്ന് നമ്മുടെ സുനയോട് ചോദിക്കുമ്പോൾ നമ്മളുടെ നറൂട്ടോ ഒന്ന് മിറ്റ്സുകി ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണ് എന്ന് നറൂട്ടോ പറയാണ്. അത് എനിക്കറിയാം, എനിക്ക് മിറ്റ്സുകിനെ കണ്ടിട്ട് അറിയാം എന്ന് നമ്മളുടെ സുനയുടെ പറയാണ്. എന്നിട്ട് സുനയുടെ എന്തോ ചോദിക്കാൻ വരുമ്പോഴത്തേക്കും അപ്പോൾ കൊനോഹമാർ പറയണം അവനെ കാണാനില്ല, അതാണ് പ്രശ്നം, അവനെ കാണാനില്ലെന്ന് പറഞ്ഞിരുന്നു എന്ന്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഇനോയുടെ അടുത്തേക്ക് പോവാണ്. ഇനോ വന്നിട്ടുണ്ട്, അവൾ മൈൻഡ് റീഡിങ് ചെയ്യാൻ പോവാണ്. അതേസമയം അഡ്വൈസേഴ്സും ഉണ്ട്, പഴയ അഡ്വൈസേഴ്സ് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ അത്ര അഹങ്കാരമൊന്നുമില്ല. അപ്പോൾ അവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അവർ വിളിച്ചതിലൊക്കെ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനൊരു പ്രശ്നം നടന്നപ്പോൾ വിളിച്ചില്ല അതിനൊക്കെ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ സാറാഡയും അവിടെ ഒളിച്ച് കേൾക്കാനായിട്ട് ട്രിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇനോ പറയുന്നുണ്ട് ഇയാളുടെ മൈൻഡ് വായിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്, ചിലപ്പോൾ ഇയാൾക്ക് ബോധം പോയി അയാൾ കോമയിലായി പോകാൻ തന്നെ ചാൻസ് ഉണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിസ്ക് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇനോ അത് ചെയ്യുമ്പോൾ ഇനോ ഞെട്ടിപ്പോവാണ്. കാരണം അവൾ കാണുന്നത് ഒരു വലിയ ലൈറ്റ്നിങ് ആണ്. ഇത്രയും സൂപ്പറായിട്ട് ഇവിടെ ലൈറ്റ്നിങ് യൂസ് ചെയ്യുന്ന ഏതോ ഒരു ഗെനിനുണ്ടെന്ന് മനസ്സിലാവാണ്. പിന്നെ അത് മിറ്റ്സുകിയാണെന്ന് മനസ്സിലാവാണ്. മിറ്റ്സുക്കി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഇത് കേട്ടിട്ട് ഇവരും ഞെട്ടിപ്പോവാണ്. മിറ്റ്സുകിയോ, നീ പറഞ്ഞത് മിറ്റ്സുകിയുടെ പേര് തന്നെയാണോ? അപ്പോഴത്തേക്കും പറയണം അതെ മിറ്റ്സുകി കാണാതെ എന്തെങ്കിലും പങ്കുണ്ടോ? മിറ്റ്സുകിയാണ് അത് ചെയ്തത് എന്ന് പറയണം. മിറ്റ്സുകി അത് ചെയ്തോ? അപ്പോൾ മിറ്റ്സുകി ആരാന്ന രീതിയിൽ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ പറയണം ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നേക്കുന്നതിൽ മിറ്റ്സുകിയാണ് ഇവർ
അറ്റാക്ക് ചെയ്തതായിട്ടാണ് വന്നേക്കുന്നതെന്ന്. ഇനി നറൂട്ടോ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന്. അപ്പോൾ സായി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. ഇനി വേറെ ആരെങ്കിലും ഒരു ഇല്യൂഷനോ വല്ലതും കൊടുത്തേക്കാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ മിറ്റ്സുകിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് കണ്ടാൽ നറൂട്ടോ മിറ്റ്സുകി ചെയ്തതുപോലെ ഉണ്ടെന്ന് ഷിക്കമാറു പറയണം. അപ്പോൾ നറൂട്ടോ പറയണില്ല അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന്. ഇത് തന്നെയാണ് ബൊറൂട്ടോയും സറാഡയും പറയുന്നത്. അതേസമയം സുനയുടെ പറയണം മിറ്റ്സുകി ആരുടെ അസിസ്റ്റൻസിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മിറ്റ്സുകി കൊനോഹമാറുടെ അസിസ്റ്റൻസിലായിരുന്നു എന്ന് കൊനോഹമാർ പറയണം. നല്ല പയ്യനാണ്, അക്കാഡമിയിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ നല്ല പയ്യനാണെന്ന് പറയണം. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമ്മുടെ സുനയുടെക്കും അറിയത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നറൂട്ടോയുടെ മുഖത്ത് ഒരു വളർച്ച. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞിട്ട് സുനയുടെ ചോദിക്കുന്നുണ്ട് മിറ്റ്സുകി ഏത് വില്ലേജിൽ നിന്നാണ് കൊനോഹമാറു എന്ന്. കൊനോഹമാർ പറയണേ ഇല്ല എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല, എനിക്കത് അറിയത്തില്ല എന്ന് പറയണം. അത് നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആര് നോക്കുകയാണ്, നറൂട്ടോനെ നോക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഒന്നും പറയാതിരിക്കുകയാണ്. ഒന്നും പറയാതിരിക്കുന്ന കാണുമ്പോൾ നമ്മളുടെ ഷിക്കമാറു അതിൽ ഇടപെട്ട് പറയണം അവനൊരു സ്പെഷ്യൽ ഒബ്സർവേഷനിലായിരുന്നു, അവനെ ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ടായിരുന്നു അവൻ. അപ്പോൾ എവിടെ നിന്നാന്ന് ചോദിക്കുകയാണ് നമ്മുടെ സുനയുടെ. അപ്പോൾ അതൊന്നും പറയാതെ നമ്മളുടെ ഷിക്കമാറു നിൽക്കുമ്പോൾ നറൂട്ടോ പറയണം അവൻ ഹിഡൻ സൗണ്ട് എന്നായിരുന്നു എന്ന്. ഇത് കേട്ടതും സുനയുടെ എന്ത് നീ അവിടുന്ന് സ്റ്റുഡൻറ്റിനെ എടുത്തു അതെന്ത് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അല്ല നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു മിറ്റ്സുകിയുടെ പ്രശ്നം എന്ന് കൊനോഹമാറും ചോദിക്കുകയാണ്. രണ്ട് ചോദ്യത്തിനും കൂടെ ഒരൊറ്റ ഉത്തരം പറയേണ്ടതായിട്ടേ ഉള്ളൂ. അങ്ങനെ നറൂട്ടോ ഇങ്ങനെ അവർ രണ്ടുപേരെ മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് എന്താണ് നീ ഒളിപ്പിക്കുന്നത്, നിന്റെ മുഖത്ത് കുറച്ച് നേരമായി നിന്റെ മുഖത്തൊരു വിളർച്ച, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സുനയുടെ പറയാണ്. അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കൊനോഹമാർ പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിക്കുമ്പോൾ നറൂട്ടോ പറയാണ് നമ്മളുടെ മിറ്റ്സുകിയുടെ അച്ഛൻ വേറെ ആരുമല്ല ഒറോച്ചിമാറു ആണെന്ന്. ഒറോച്ചിമാറുടെ മോനെയൊക്കെ നീ ഈ സ്കൂളിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് സുനയുടെ നല്ല ഫോഴ്സിനെ ഭിത്തിയിൽ ഇട്ടിക്കുകയാണ്. എന്നിട്ട് പറയണേ ഇത് നീ എന്നോട് പറയാതെ പോയി, ഇത് നീ എന്തുകൊണ്ട് എന്നോട് പറയാതെ പോയി, ഓ നീ എന്നെ ഹൊക്കാഗയായിട്ട് ഇരുന്നത് പോലും നീ കൺസിഡർ ചെയ്യുന്നില്ലേ, അതോ നീ എനിക്ക് വില തരുന്നില്ല, അങ്ങനൊന്നും അല്ല, നീ എന്തേ അങ്ങനെ ചെയ്തു, നീ ഒരു ഹൊക്കാഗയല്ല, നീ ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തല്ലോ, അങ്ങനെയല്ല മിറ്റ്സുകി ഇത് ചെയ്യും എന്ന രീതിയിൽ സുനയുടെ പറയാണ്. അപ്പോൾ നറൂട്ടോ പറയണ ഇല്ല ഒരിക്കലും ചെയ്യത്തില്ല, കാരണം അവൻ്റെ അച്ഛനെ പോലെ അല്ല. നമ്മുടെ ഒറോച്ചിമാറു തന്നെ ഇപ്പോൾ ഒബ്സർവേഷൻ നടത്തുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്നത് ലീഫ് വില്ലേജിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറോച്ചിമാറിനെ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മിറ്റ്സുകിനെ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് നമ്മളുടെ നറൂട്ടോ പറയണം. അപ്പോൾ സുനയുടെ പറയണം നീയും നമ്മളുടെ തേർഡ് ഹോക്കൊക്കെ മരിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ നീ എന്താണ് ഇങ്ങനെ ഒരു സംസാരം ഇവിടെ സംസാരിക്കുന്നത് എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ നമ്മളുടെ അഡ്വൈസേഴ്സും പറയുന്നുണ്ട് ഒറോച്ചിമാറിനെ പോലെ തന്നെ ഒറോച്ചിമാറുടെ മോനും ഇവിടെ ഒരു ഭീഷണിയാണ്, അവനൊരിക്കലും നല്ലത് വില്ലേജിന് വേണ്ടി ചെയ്യത്തില്ലെന്ന്. അങ്ങനെ അല്ലാന്ന് നറൂട്ടോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. ബൊറൂട്ടോയും സറാഡയും ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ കൂടെ നിന്നിട്ട് അവൻ എന്തിനാ തോന്നുന്നതെന്ന് പോലത്തെ അവൻ്റെ ഫേവറേറ്റ് സംഭവം പോലും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഒരു ഫ്രണ്ടാണോ, അവനെ അങ്ങനെ ചെയ്ത് കാണുമെന്ന് സറാഡ ഓർക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യത്തില്ല, മിറ്റ്സുകി അത് ചെയ്യത്തേ ഇല്ല, അവനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ശരിയാണ് അവനെപ്പറ്റി ഞാൻ തിരക്കിയിട്ടില്ല, അതിനുള്ള ഒരിത് നമ്മൾ അവന് കൊടുത്തിട്ടില്ല, അവന് സംസാരിക്കാനായിട്ടുള്ളൊരു സമയം പോലും നമ്മൾ കൊടുത്തിട്ടില്ല. പലപ്പോഴും ഞാൻ അറിയാം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, എനിക്ക് അറിയത്തില്ല അവനെ പറ്റിയിട്ടെന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയാണ്. ഇത് തന്നെയാണ് സറാഡ പറയുന്നത്, നമുക്ക് അറിയത്തില്ലാത്ത അവൻ നല്ലവനാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന്. ബൊറൂട്ടോ ഞെട്ടിപ്പോവാണ്. സറാഡ നീയാണോ പറയുന്നത്? അപ്പോൾ സറാഡ പറയണം ഞാനൊരു ഷിനോബിയാണ്, എനിക്ക് ആ രീതിയിൽ ചിന്തിക്കണമെന്ന്. നമ്മളുടെ ബൊറൂട്ടോ പറയാണ് നീ ഷിനോബിയൊക്കെയാണ്, നീയല്ലേ ഹൊക്കാഗയാണോ എന്ന് പറഞ്ഞത്, എൻ്റെ അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ല, അങ്ങനെ ഉണ്ടാവൂലെന്നാ പറഞ്ഞത്, ഹൊക്കാഗെ അങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ മിറ്റ്സുകിനെ ഓർക്കാണ്. അവന് മിറ്റ്സുകി ഇല്ലാതെ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ ചെന്നിരുന്നിട്ട് മിറ്റ്സുകി ഇല്ലാത്തത് കൊണ്ട് കഴിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷിക്കഡായി അങ്ങോട്ട് വരികയാണ്. ഷിക്കഡായി പറയാണ് ഷിക്കമാറും എല്ലാം പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേ ബൊറൂട്ടോയ്ക്ക് ദേഷ്യം വരാണ്. ഇല്ല നമ്മുടെ മിറ്റ്സുകി അങ്ങനെ ചെയ്യൂല, നീ ആദ്യം പറയുന്നത് മനസ്സിലാക്കുന്ന ബൊറൂട്ടോ എന്ന് പറയാണ്. എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഷിക്കഡായി ആയിരുന്നു മിറ്റ്സുകി വരുന്നത് വരെ ബൊറൂട്ടോയുടെ കൂടെ നടന്നത്. പിന്നെ ഷിക്കഡായിക്ക് ടീമായപ്പോൾ ഷിക്കഡായി പോയപ്പോഴും ബൊറൂട്ടോയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് മിറ്റ്സുകി മാത്രമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ ഇപ്പോൾ എപ്പോഴും മിറ്റ്സുകി ആലോചിക്കുകയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിറ്റ്സുകിയാണ് മുമ്പിൽ, അതേപോലെ തന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നത് വരെയും മിറ്റ്സുകിയാണ് മുമ്പിൽ. അപ്പോൾ എപ്പോഴും മിറ്റ്സുകിയാണ് ബൊറൂട്ടോയുടെ കൂടെ ഉണ്ടാവുക. അത് ഓർക്കാണ്. അങ്ങനെ പോകുമ്പോഴാണ് മിറ്റ്സുകിയുടെ പാമ്പിനെ കാണുന്നത്. അതിന് മണ്ണ് പോലത്തെ എന്തോ ഒരു ദ്രാവകം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണാനാണ്. അതൊരു കൊച്ചു രൂപമാണ്, അതിന് പ്രത്യേകിച്ച് രൂപം എന്നൊന്നും പറയാനില്ല. അപ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന ആ പാമ്പിനെ നമ്മളുടെ ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അടിച്ചു നിന്ന് അതിൽ നിന്ന് ആ പാമ്പിനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷിച്ചതിന് ശേഷം ആ പാമ്പിനോട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ പാമ്പ് ഒരു മെസ്സേജ് എന്ന പോലെ അത് പറയാൻ കാത്തിരുന്ന ആൾ വന്നതുപോലെ പറയാണ്. ബൊറൂട്ടോനെ കണ്ടതും കണ്ണിലേക്ക് നോക്കിയിട്ട് അത് പറയാണ് ഇത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ പോവാണെന്ന്. അപ്പോൾ
ഇത് കേൾക്കുമ്പോൾ ബൊറൂട്ടോ ആകെ തകർന്നു പോവാണ്. എന്ത് നിൻ്റെ ഇഷ്ടമാണ്, നീ പോവുകയാണെന്നോ, നിൻ്റെ ഇഷ്ടമാണെന്നോ, നീ എന്താണ് പറയുന്നത്, ബാക്കി പറഞ്ഞാന്ന് പറയാണ്. ഇത്രേ ഉള്ളെന്ന് തോന്നുന്നു, അത് വേറൊന്നും മിണ്ടുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത്രേ പറഞ്ഞോളൂ നമ്മളെ മിറ്റ്സുക്കി ബൊറൂട്ടോ എടുത്ത് പറയാൻ. അതുകൊണ്ടാണ് അത് അവിടെ വെച്ച് പറഞ്ഞ് നിർത്തിയത്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ അകത്തേക്ക് പോവാണ്. ആ ഒരു ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് എടുത്ത് നോക്കുകയാണ് നമ്മളെ മിറ്റ്സുക്കിയുടെ. നമ്മളുടെ ബൊറൂട്ടോനെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് നറൂട്ടോ നമ്മുടെ സാസ്കിനെ അന്വേഷിച്ച് പോയില്ലേ, അതുമാതിരി പോലെ തന്നെ തോന്നുകയാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ പോയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ സറാഡേനെ കാണാണ്. സറാഡയ്ക്ക് ഈ പാമ്പിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സറാഡയ്ക്ക് ഒരു വിശ്വാസം വരികയാണ്. എന്നാൽ തന്നെ പാമ്പ് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാഡ പറയണം അത് അവൻ്റെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്, നമ്മൾ ഇനി തിരക്കി പോകേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബൊറൂട്ടോ പറയണത് എന്ത്, അതങ്ങനെ പറഞ്ഞതിൻ്റെ ബാക്കി എനിക്ക് മനസ്സിലാക്കണം, എനിക്കിനി അതെന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അത്രേ പറഞ്ഞു കാണുള്ളൂ എന്ന് സറാഡ പറയുമ്പോൾ ഇല്ല ഇത്രയൊന്നും പറയത്തില്ല, എന്തായാലും മിറ്റ്സുക്കി ഇത്ര മാത്രമായിട്ട് എനിക്ക് പറയത്തില്ല, അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്നുണ്ട് എന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയാണ്. അപ്പോഴത്തേക്കും സറാഡ പറയണം അവൻ ഇങ്ങനെ പറയുന്നെങ്കിൽ എന്തോ ഒന്നുണ്ടെന്നോ, എന്തോ ഒന്നുള്ളത് കൊണ്ടാണ് അവനിത് പറയുന്നതെന്ന് പറയണം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് സറാഡയും ബൊറൂട്ടോയും കൂടെ അവിടെ അടിയാവാണ്. സറാഡ പറയുന്നുണ്ട് വില്ലേജിൻ്റെ കാര്യമാണ്, നീ ഇങ്ങനെ കള്ളക്കാര്യം ചെയ്യല്ലേ, നീ നിസ്സാരമായിട്ട് ചെയ്യില്ലേ, കള്ളത്തരം കാണിക്കില്ലേ, നീ പൊങ്ങും പോവല്ലേ എന്ന് പറയാണ്. ഞാൻ മിറ്റ്സുക്കിയെ തിരക്കി പോവും, ആരും എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇതൊരു മിഷനായിട്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, വലിയ ജോനൻസിനായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്, എന്തായാലും ഇത് തിരക്കി പോകും, കാരണം മിറ്റ്സുക്കി എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയണം. മിറ്റ്സുക്കി എൻ്റെ ഫ്രണ്ടാണ്, ഞാനത് സമ്മതിക്കുന്നു, പക്ഷേ ഞാൻ വരത്തില്ല എന്ന് സറാഡ പറയണം. നീ വരണമെന്നില്ല, ഞാൻ പോകുമെന്ന് പറയാണ്. നീ എന്തിനാ പോയി നിൽക്കാൻ പോകുന്നത് നിനക്ക് അറിയുമെന്ന് സറാഡ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാനും ഇവിടെ ഒരു വാണ്ടഡ് ലിസ്റ്റിൽ പോവായിരിക്കും എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ സറാഡയും നമ്മളുടെ ബൊറൂട്ടോയുടെ കൂടെ പോവാണ് മിറ്റ്സുക്കിനെ തിരക്കി. അങ്ങനെ ബൊറൂട്ടോയും സറാഡയും പോവാണ്. അങ്ങനെ സറാഡ വരുമെന്ന് ബൊറൂട്ടോ വിചാരിച്ചില്ല. അതെന്താ വന്നേന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൻ എൻ്റെ ഫ്രണ്ടല്ലേ, നമ്മളുടെ ടീംമേറ്റ് അല്ലേ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയണം. അവൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയണം. നിനക്ക് വിശപ്പൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശപ്പൊന്നുമില്ല, എനിക്ക് അങ്ങനെയെങ്കിലും മിറ്റ്സുക്കിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ മതി. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒറോച്ചിമാരുടെ ഹൈഡ് ഔട്ടിലേക്കാണെന്ന് പറയണം. അത് അറിയുമെന്ന് ചോദിക്കുമ്പോൾ സറാഡയ്ക്ക് അറിയത്തില്ലേയും ചോദിക്കുകയാണ്. രണ്ടുപേർക്കും ഏകദേശം അറിയാം, ആ ഒരു വഴി വെച്ചിട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഓക്കെ നമുക്ക് പോകാമെന്ന് പറയണം. അതേസമയം ഒറോച്ചിമാറും അതുപോലെ തന്നെ നമ്മളുടെ യമട്ടോയും ആണ്. യമട്ടോ ചോദിക്കുന്നുണ്ട് എന്തിന്, എപ്പോൾ, എവിടേക്ക്, എങ്ങനെ പോയി മിറ്റ്സുക്കിന്ന്. അതിനെല്ലാത്തിനും എൻ്റെ അടുത്ത് ഒരു ഉത്തരവേ ഉള്ളൂ, അത് എനിക്കറിയത്തില്ല എങ്ങോട്ട് പോയെന്ന്. അവൻ ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമെന്ന് പറഞ്ഞു, അവനെ ഞാൻ ലീഫ് വില്ലേജിലേക്ക് വിട്ടു. ബൊറൂട്ടോ അടുത്ത് പോകാൻ ഇഷ്ടമെന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് തന്നെ വിട്ടു. പിന്നീട് അവൻ അവിടെ നിന്ന് പോകാൻ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞതുമില്ല, അവൻ തനിച്ചു പോയി. അതിപ്പോൾ എനിക്കറിയത്തില്ല, എനിക്കും അന്വേഷിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഒറോച്ചിമാർ പറയാണ്. ഇത്രയും താൻ ഫ്രീ ആണോ, ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു പാരൻ്റ് ആണോ, ഞാൻ വിശ്വസിക്കുന്നത് യമട്ടോ പറയണം. താൻ വിശ്വസിക്കാതിരിക്കുമോ എന്ന് പറയാം. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞാൻ അന്വേഷിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത് അതെൻ്റെ ഇഷ്ടമല്ലേ എന്ന രീതി ഒറോച്ചിമാർ പിന്നെ യമട്ടോനെ ചൊറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. യമട്ടോ മുൻവൈരാഗ്യം വെച്ചാണ് പെരുമാറുന്നത് എന്നെ ഒറോച്ചിമാറിൻ്റെ അടുത്ത്. എന്തായാലും നമ്മളുടെ മിറ്റ്സുക്കിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണ്. ഇതിൽ മിറ്റ്സുക്കിക്ക് സേജ് മോഡുള്ളതും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നറൂട്ടോയ്ക്ക് അറിയാമായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഷിക്കമാറിന് അറിയാമെന്ന് വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഷിക്കമാറിനും അത്ര തന്നെ അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്യാണ്. സുനയുടെ ചോദിക്കുകയാണ് ഇതൊക്കെ സത്യമാണോ, ഈ കൊടുത്തേക്കുന്നതെല്ലാം സത്യമാണോ, നീ മനസ്സിലാക്കാതെ തന്നെ അവനെ ഇവിടെ എടുത്തത്, നിനക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കിതൊക്കെ അറിയാമായിരുന്നു, നീ അറിഞ്ഞുകൊണ്ട് ലീഫ് വില്ലേജിനെ പ്രശ്നത്തിലാക്കിയതാണോ, നീ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കക്കാഷിയോട് ചോദിക്കുമ്പോൾ കക്കാഷി പറയണം നറൂട്ടോ പറയുന്നത് കാര്യമാണ്, നറൂട്ടോ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ സ്റ്റുഡൻറ്റിനെ എടുത്തത്. അവനൊരു നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്, പിന്നെ അവനെ എടുത്താൽ എന്താ, എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ വലിയ പ്രശ്നമൊന്നും ഉള്ള ആളല്ല, ലീഫ് വില്ലേജിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് നല്ല കൊച്ചാണെന്ന് പറയണം. അപ്പോഴത്തേക്കും സുനയുടെ പറയണം നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാണോ അതോ ഒരാൾ തീരുമാനിച്ചാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ലീഫ് വില്ലേജിൽ ഇത്രയും വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ കൊണ്ടുപോയി ഇട്ടേക്കണത്, നിങ്ങൾ എങ്ങനെ തോന്നി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് പോലും നീ ചോദിച്ചില്ലല്ലോ, എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന് സുനയുടെ കിടന്ന് ബഹളം വെക്കുകയാണ്. അഡ്വൈസേഴ്സും പറയാണ് ഉറപ്പായിട്ടും ഇത് ഒരു ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഇതിൽ അലേർട്ടായിട്ട് ഇരിക്കണമായിരുന്നെന്ന്, ഇങ്ങനെ എടുക്കരുതായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോഴാണ് ബൊറൂട്ടോനും സറാഡനെയും കാണാനില്ലെന്ന് പറയണം. പോയി എന്ന് സുനയുടെ അപ്പം തന്നെ പറയണം. അപ്പോൾ അവരവിടെ കാണും എന്ന് നമ്മളുടെ നറൂട്ടോ പറയണം. അപ്പോൾ മിറ്റ്സുക്കിനെയും കാണാനില്ല എന്ന് ഷിക്കമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും പോയതിന് ശേഷം നമ്മുടെ കൊനോഹമാർ എന്ന് പറയണം ടീം 7 തന്നെ കാണാനില്ല, ഞാൻ കുറേ നേരം കൊണ്ട് നോക്കി, ഇതുവരെ കിട്ടിയില്ല എന്ന് നമ്മുടെ കൊനോഹമാർ എന്ന് പറയണം. പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിറ്റ്സുക്കിനെ തിരക്കി ബൊറൂട്ടോ പോയി കാണും. എന്നാലും സറാഡ അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മിറ്റ്സുക്കി മുമ്പേ പോയി അതിന് ശേഷമാണ് ഇവർ കാണാതായെന്ന് മനസ്സിലായപ്പോൾ തന്നെ നറൂട്ടോയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി, 10 ഗുണം 10 ഗുണം. അപ്പോഴത്തേക്ക് നറൂട്ടോ ചോദിക്കുന്നുണ്ട് സുനയുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് നമ്മളുടെ ബൊറൂട്ടോയ്ക്കൊന്നും അറിയത്തില്ല മിറ്റ്സുക്കി പോയത് എങ്ങോട്ടാ എന്തിനാണെന്നൊന്നും അറിയത്തില്ല, അപ്പോൾ അവൻ എങ്ങോട്ടോ പോയി വീട്ടിൽ പോയതായിരിക്കും എന്ന് ഇരിക്കും എന്ന് അപ്പോഴേ നമ്മളുടെ സുനയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കൊനോഹമാറിനോട് ചോദിക്കുമ്പോൾ അവനെ കാണാനില്ലായിരുന്നു എന്ന് ബൊറൂട്ടോയ്ക്ക് അറിയാം.
അറിയാമായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നാറൂട്ടോയ്ക്ക് മനസ്സിലാവണേ എങ്ങനെയെങ്കിലും ബൊറൂട്ടോ അല്ലേ ആൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മിറ്റ്സുകിയെ ആയിട്ടായിരിക്കും പോയത്. ഞാനും കൂടെ പോട്ടെ എന്ന് കൊനോഹമാർ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയാണ്. കാരണം നിൻ്റെ ഫീലിങ്സ് വെച്ച് നോക്കിയാൽ നീ എങ്ങനെയെങ്കിലും അവരെ 3 പേരും തിരിച്ചു കൊണ്ടുവരാനേ നോക്കത്തുള്ളൂ. അത് വലിയ ട്രാപ്പിൽ പോകും. അതുകൊണ്ട് അത് വേണ്ട, വേറെ ആരെങ്കിലും പറഞ്ഞു വിടാമെന്ന് പറയാണ്. അങ്ങനെ നമ്മളുടെ മിറ്റ്സുകിയുടെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ആര്, നമ്മളുടെ സറാഡ. എന്നിട്ട് യമട്ടോനെ പറ്റിക്കാനായിട്ടാണ് ചെയ്യുന്നത്. ബൊറൂട്ടോനെയും സറാഡേനെയും യമട്ടോ കണ്ടിട്ടില്ല, ട്രാൻസ്ഫോർമേഷൻ ചെയ്തതും കണ്ടിട്ടില്ല. നോക്കുമ്പോൾ മിറ്റ്സുകി പോകുന്നു. സോ മിറ്റ്സുകിനെ പുറകെ ഫോളോ ചെയ്ത് യമട്ടോ പോവാണ്. ആ ഒരു തക്കം നോക്കി നമ്മളുടെ ബൊറൂട്ടോ എന്ത് ചെയ്യാണ്, ഓറോച്ചിമാരുടെ ഹൈഡ് ഔട്ടിലേക്ക് പോവാണ്. ആദ്യം കയറുമ്പോഴേ എന്തോ നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ബൊറൂട്ടോയ്ക്ക് കിട്ടുന്നതെന്ന് അവൻ്റെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ യമട്ടോ സറാഡേനെ ഫോളോ ചെയ്ത് പോവാണ്. എങ്ങനെ, മിറ്റ്സുകിനെ ഫോളോ ചെയ്ത് പോവാണ്. മിറ്റ്സുകിനെ ട്രാൻസ്ഫോം ചെയ്തേക്കുന്ന സറാഡേനെ അങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ ഒരുപാട് നമ്മുടെ മിറ്റ്സുകിയെ പോലത്തെ ലോഗിനെ പോലത്തെ കുറേ ഇത് കാണിക്കുന്നുണ്ട്. ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഒരേപോലത്തെ സ്വഭാവമായിരിക്കും എന്നൊക്കെ ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഒരേപോലെയാണ് കാണാൻ, സ്കിന്നും ഹെയറും ഒരുപോലാണ്. അതേസമയമാണ് നമ്മുടെ സുഗെറ്റ്സു ബൊറൂട്ടോനെ കാണുന്നത്. സുഗെറ്റ്സു ബൊറൂട്ടോനെ കണ്ടതും ബൊറൂട്ടോനെ വിട്ടുകൊടുക്കുന്നില്ല. അവിടെ ഉടനെ സോഡ് എടുത്ത് കഴുത്തിൽ വെച്ച് ഞാൻ ഒരൊറ്റ വലിയിൽ കൊന്നുകളയും എന്ന് പറയാണ്. ഇത് കണ്ടിട്ട് നാറൂട്ടോനെ പോലെ തന്നെ ഉണ്ട് സുഗെറ്റ്സുക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ ആരാന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. നൈസ് ടു മീറ്റ് യു, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം, കാണാൻ പറ്റുമെന്ന് ഇത്ര പെട്ടെന്ന് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് ഒറോച്ചിമാർ വരികയാണ്. ഒറോച്ചിമാർ പക്ഷേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബൊറൂട്ടോ വരുമെന്ന്. അപ്പോഴത്തേക്കും ഒറോച്ചിമാർ ബൊറൂട്ടോനെ കണ്ടതും ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം മിറ്റ്സുകിയാണെന്ന് പറയാണ്. എല്ലാം മിറ്റ്സുകിയാണെന്ന് പറയുമ്പോൾ ബൊറൂട്ടോ പറഞ്ഞു എല്ലാം മിറ്റ്സുകിയോ, ഞാനത് ചോദിക്കാനാണ് വന്നത്, മിറ്റ്സുകി പോയ കാര്യം. അപ്പോൾ നമ്മുടെ ഒറോച്ചിമാർ പറഞ്ഞു ഞാനും അറിഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് അറിയത്തില്ല എങ്ങോട്ടാണ് പോയെന്ന്. അതെങ്ങനെ പറയാൻ പറ്റുക, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുക? നിങ്ങളറിയാതെ നമ്മുടെ മിറ്റ്സുകി എങ്ങോട്ടെങ്കിലും പോകും? ഞാനറിയാതെ, എന്നെക്കാളും അവന് ബോണ്ട് നിന്നോടാണ്. അപ്പോൾ നീ അറിയാതെ പോയെന്ന് വെച്ചാൽ പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? അതേസമയം ഇവിടെ മിറ്റ്സുകി ആയിട്ട് നിൽക്കുന്ന സറാഡേനെ കാണിക്കുകയാണ്. അങ്ങനെ സറാഡ ഒളിച്ചും പാത്തും പോവാണ്. സറാഡ ഒളിച്ചും പാത്തും പോകുന്ന സമയത്ത് പിന്നെയും യമട്ടോയുടെ അടുത്ത് എത്തിച്ചെന്ന് പെടുകയാണ്. അങ്ങനെ യമട്ടോ എന്ത് ചെയ്യാണ്, കറക്റ്റ് ഫോളോ ചെയ്ത് വരികയാണ്. അതേസമയം കരീനെ കാണിക്കുകയാണ്. കരീനാണെങ്കിൽ നമ്മളുടെ സറാഡ പെട്ടത് കണ്ടിട്ടുണ്ട്, അത് യമട്ടോയുടെ മുമ്പിൽ പെട്ടത് കണ്ടിട്ടുണ്ട്. ഉടനെ കരീൻ എന്ത് ചെയ്യാണ്, രൂപം മാറുകയാണ്. എന്നിട്ട് നമ്മളുടെ മിറ്റ്സുകിയുടെ ഭാഗത്ത് നിൽക്കുന്ന സറാഡേനെ തട്ടിപ്പിടിച്ച് നമ്മളുടെ കരീൻ ഓടുകയാണ്. എന്നിട്ട് നമ്മളുടെ സറാഡിനെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് കരീൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് കരീൻ മുമ്പ് പോയി നിൽക്കുകയാണ്. കരീനെ കണ്ടതും സാസ്കിയുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ സറാഡനെ പോലെ തന്നെ ഇരിക്കുന്ന ആ ഒരു ലേഡി അല്ലേ ഇത് എന്ന് നമ്മളുടെ സറാഡയ്ക്ക് തോന്നുകയാണ്. അതെ, നീ ഗസ് ചെയ്യുന്ന ആൾ തന്നെയാണ്, എന്നെ പോലത്തെ ഗ്ലാസ് നിനക്കും ഉണ്ടല്ലോ എന്നൊക്കെ കരീൻ പറയുന്നുണ്ട്. എന്നിട്ട് കരീൻ ആണെങ്കിൽ ആ രൂപത്തിലേക്ക് മിറ്റ്സുകിയുടെ രൂപത്തിലേക്ക് മാറി അവരുടെ മുമ്പിലേക്ക് ചെന്ന് കയറി കൊടുക്കുകയാണ്. അതേസമയം ഒറോച്ചിമാർ പറയണേ എനിക്കറിയത്തില്ല, എനിക്ക് നിന്നോട് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. ഈ സ്നേക്കിൻ്റെ കാര്യം പറയുമ്പോൾ അതിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറച്ചധികം സമയം എടുക്കുമെന്ന് പറയണേ. പ്ലീസ് എങ്ങനെയെങ്കിലും അത് ചെയ്തതാ, എങ്ങോട്ട് പോയെന്ന് നമുക്ക് അറിയണ്ടേ എന്ന് ബൊറൂട്ടോ ചോദിക്കുകയാണ്. അപ്പം നമ്മളെ ഒറോച്ചിമാർ പറയണേ എനിക്കും ആഗ്രഹമുണ്ട് അവൻ എങ്ങോട്ടാണ് പോയെന്ന് അറിയാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ലോകം അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഒറോച്ചിമാർ പറയണേ അവൻ അടുത്ത സ്റ്റേജിലേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവൻ അടുത്ത സ്റ്റേജിലേക്ക് പോയെങ്കിൽ മാത്രമേ അവൻ്റെ സ്വഭാവം തിരിച്ചറിയാനായിട്ട് അവൻ അങ്ങനെ പോകത്തുള്ളൂ. അവൻ യഥാർത്ഥത്തിൽ ഒരു സൂര്യനാണെന്നാണ് അവൻ വിചാരിക്കുന്നത്, പക്ഷെ അവനൊരു മൂണാണ്. ഇരുട്ടത്ത് മാത്രം കാത്തു നിൽക്കുന്ന ആ ഒരു തിളങ്ങുന്ന മനസ്സ് മാത്രമുള്ള ഒരു മൂൺ, ചുറ്റാതെ ഇരുട്ടാണ് അവൻ്റെ ചുറ്റും. ഇത് കേട്ട് ലോഗ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് തന്നെ അങ്ങനെ എന്തോ തോന്നുന്നു മിറ്റ്സുകിനെ പറ്റി അങ്ങനെ പറയുമ്പോഴെന്ന്. അപ്പോൾ ഒറോച്ചിമാർ പറയുന്നത് എന്തായാലും ആ പാമ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനോട് ഇനിയും വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ നോക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ കരീനെ കാണിക്കുന്നത്. കരീൻ ഇപ്പോൾ ആരുടെ രൂപത്തിലാണ്, മിറ്റ്സുകിയുടെ രൂപത്തിലാണ്. മിറ്റ്സുകിയുടെ രൂപത്തിൽ നമ്മളുടെ യമട്ടോയുടെ മുമ്പിൽ പോവാണ്. പോകുന്ന വഴി തന്നെ ചിന്തിക്കുന്നുണ്ട് നമ്മളുടെ യമട്ടോനെ കാണുമ്പോൾ തന്നെ അറിയാം പഴയ പോലെ പതുങ്ങിയുള്ള ഫോളോയിങ് ആണ്. അപ്പോൾ അത് മാറ്റാറായില്ലേ, ഇതുവരെ നിങ്ങൾ ഇത് മാറ്റിയില്ലേ എന്ന് പറയണം. നിന്നെ കൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല മിറ്റ്സുകി എന്ന് പറയണം. മിറ്റ്സുകി എപ്പോഴേ എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് കരീൻ ട്രാൻസ്ഫോർമേഷൻ്റെ അടുത്ത് റിലീസ് ചെയ്യാണ്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ യമട്ടോ ആണോ ചോദിക്കുന്നത്. അപ്പം കരീൻ പറയണേ എനിക്കെന്താ ഇവിടെ വന്നൂടെ എന്ന രീതിയിൽ പറഞ്ഞിട്ട് കരീൻ അവിടുന്ന് പോവുകയാണ്. കരീൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒറോച്ചിമാർ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത് വിടാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒറോച്ചിമാറിന് എന്തോ പങ്കുണ്ടെന്ന കാര്യം യമട്ടോയ്ക്ക് മനസ്സിലാവാണ്. അതേസമയം ഒറോച്ചിമാരുടെ ഹൈഡ് ഔട്ടിൽ കാണിക്കുകയാണ്. അവിടെ ഒറോച്ചിമാർ പറയുന്നുണ്ട് ഇപ്പം നിന്നെ കാണാൻ ഒരു ഫ്രണ്ട് വരുമെന്ന്. ഉടനെ തന്നെ സറാഡ വരുന്നുണ്ട്. എന്തായും ചോദിക്കുമ്പോൾ അവിടുത്തെ കാര്യമെല്ലാം ഓക്കെ ആണെന്ന് സറാഡ പറയാണ്. മിറ്റ്സുകിയുടെ കാര്യം സറാഡ ചോദിക്കുമ്പോൾ നീ പറഞ്ഞതുപോലെ വലിയ സംഭവങ്ങളൊന്നും ആ പാമ്പിനകത്തില്ല, അതിനോട് ആകെ നമ്മളുടെ മിറ്റ്സുകി പറഞ്ഞേക്കണത് അത്ര മാത്രമാണ്, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ മിറ്റ്സുകി ഒരു ടെസ്റ്റ് ട്യൂബ് ബോയ് ആണ്, നിനക്ക് അറിയാലോ എന്ന് ബൊറൂട്ടോട് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എപ്പോഴും അത് പറയുന്നത്, അവൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെന്നാണോ, അവന് ഫീലിങ്സ് ഉണ്ട്, അവന് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന്
എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറയാണ്. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും, കാരണം ഇതുപോലെ 1000 ടെസ്റ്റ് ട്യൂബ്സ് 1000 ബേബീസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ലെന്ന് പറയാം. ഇവർ പറയുന്ന ടെസ്റ്റ് ട്യൂബ് ബേബി നമ്മളുടെ സ്വിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അതൊന്നും അല്ല കേട്ടോ. ഇവർ പറയുന്നത് നമ്മുടെ ഒറോച്ചിമാരുടെ ടെസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബൊറൂട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒറോച്ചിമാർ പറയുന്നുണ്ട്, ഞാൻ അവനെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു, അവന് ആവശ്യമായിട്ടുള്ള ചക്ര പവർ എല്ലാം കൊടുത്തു, ഫീലിങ്സ് ഉണ്ടാക്കാനുള്ള സംഭവം എല്ലാം കൊടുത്തു, അവനൊരു ഹ്യൂമൻ പോലെ ആക്കി. എന്നിട്ട് നറൂട്ടോയുടെ കയ്യിൽ ഏൽപ്പിച്ചു. നറൂട്ടോയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ കെയർ ഒബ്സർവേഷൻ അവനൊന്ന് മോണിറ്റർ ചെയ്യണമെന്നൊക്കെ. അതൊക്കെ നറൂട്ടോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാര്യം ചെയ്തു, നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഒറോച്ചിമാർ പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അവൻ വേണമായിരുന്നു ഇനി നമ്മളെ മിറ്റ്സുകിനെ മനസ്സിലാക്കണം, പക്ഷെ മനസ്സിലാക്കിയില്ലല്ലോ. ബൊറൂട്ടോ അങ്ങനെ പുറത്തിറങ്ങി പോവാണ്. ഒറോച്ചിമാർ പറഞ്ഞത് ഓർക്കാണ്, അതായത് ലീഫ് വില്ലേജ് വരണം എന്നുള്ളത് അവൻ്റെ താല്പര്യമായിരുന്നു, അവിടെ നിന്ന് പോകണം എന്നതും അവൻ്റെ താല്പര്യമായിരുന്നു. അവൻ്റെ താല്പര്യത്തിന് ഞാൻ എതിരെ നിൽക്കാറില്ല. അതിൻ്റെ റീസണും എനിക്ക് അറിയത്തില്ല, അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാമെങ്കിലേ ഉള്ളൂ എന്ന രീതിയിലാണ് ഒറോച്ചിമാർ പറഞ്ഞത്. അപ്പോൾ എനിക്കും ഇത് സെയിം സംഭവമാണ് തോന്നുന്നതെന്ന് സാറാഡ പറയാണ്. അപ്പോൾ സാറാഡയ്ക്കും ഇപ്പോൾ ഹോപ്പുണ്ട് എങ്ങനെയെങ്കിലും മിറ്റ്സുകിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. പക്ഷേ എവിടെ നിന്നാണെന്നൊന്നും അറിയത്തില്ല. നമ്മളുടെ ബൊറൂട്ടോ അങ്ങനെ മൂൺ നോക്കിയിരിക്കുകയാണ്. ഇത്രയും നാളായിട്ട് എനിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അതേസമയം അങ്ങ് ദൂരെ എവിടെ നിന്നോ മിറ്റ്സുകിയും മൂണിങ്ങനെ ഇങ്ങനെ നോക്കുന്നു. മിറ്റ്സുകിയും മൂണിനെ ഇങ്ങനെ നോക്കുന്നു. അപ്പോഴാണ് അവിടത്തേക്ക് ചിരട്ട തലേന് നീണ്ട മുടിയുള്ള അവന് മഞ്ഞ ഗ്ലൂ പോലെ ഇരിക്കുന്ന ഗ്ലൂ സാധനം വരുന്നത്. ഇവരുടെയൊക്കെ പേര് ഞാൻ പറയാം, ആ സാൻഡ് പോലെ ഇരിക്കുന്ന അതിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ പറയാം. അപ്പോൾ പോകുന്ന വഴി പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയാറായിട്ടില്ല. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയുടെ അടുത്ത് ഒറോച്ചിമാർ വന്ന് പറയാണ്, ഇപ്പോൾ പാമ്പിന് ഫീലിങ്സ് ഉണ്ട്, അതായത് നമ്മളുടെ മിറ്റ്സുകി പറഞ്ഞതല്ലാതെ ഈ ജീവിക്ക് ഫീലിങ്സ് ഉണ്ട്, അത് മനസ്സിലാക്കിയാൽ പറ്റുമെന്ന് പറഞ്ഞാൽ. ബൊറൂട്ടോയ്ക്ക് കാര്യം മനസ്സിലായില്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെ പറയുന്നത്, പെട്ടെന്ന് പറയാമെന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒറോച്ചിമാർ പറയുന്നത്, ഈ നിന്നെ കാണുമ്പോൾ എനിക്ക് പണ്ടൊരു വെള്ളി പിടിച്ച പയ്യനുണ്ടായിരുന്നു, അവനും ഇതുപോലെ ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ട് നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അവനാ ഓർമ്മ വരുന്നത് ആ നറൂട്ടോനെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാറാടെ പറയുന്നത് എനിക്ക് പോയിന്റ് മനസ്സിലായി, അതായത് ഈ പാമ്പിനെ നമ്മൾ ഡീകോഡ് ചെയ്യണം എന്നല്ലേന്ന്. അപ്പം ആ സ്നേക്കിനെ എടുത്തിട്ട് ബൊറൂട്ടോയുടെ കൈ കൊടുക്കുന്ന ഒറോച്ചിമാറോ. അപ്പോൾ ബൊറൂട്ടോ പറയണത്, ഇത് പറഞ്ഞിട്ട് പിന്നെ ഇന്ത്യ തരുന്നില്ല, പിന്നെ കൊണ്ടുപോയി എൻ്റെ പെർമിഷൻ ഒന്നും വേണ്ടല്ലോ എന്ന്. അപ്പോൾ ഒറോച്ചിമാർ പറയുന്നുണ്ട്, ഒന്ന് അടങ്ങും ബൊറൂട്ടോ, എന്തൊരു വെകിളിയാണ് നീ ഒന്ന് അടങ്ങും, നീ ഇങ്ങനെ പോയി വലിയ കുഴിയിൽ പോയി ചാടും കേട്ടോ എന്ന്. അപ്പോൾ സറാഡ പറയുന്നുണ്ട്, ഇതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്താൽ പോരെയെന്ന് ഒന്നും കൂടെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒറോച്ചിമാർ പറയുന്നുണ്ട്, അത് മതി, നീ കറക്റ്റ് വെച്ച് കള്ളി സാസ്കിയുടെ മുകളിൽ തന്നെ കൊട്ടുകുത്തിയിട്ട് ആശാട്ടി എന്ന രീതിയിൽ പറയാണ്. എന്തിനാണ് അത് പറയണേ, എന്നെ കൊണ്ടത് പറ്റത്തില്ല, പിന്നെ ആരെ കൊണ്ടത് പറ്റുന്നതെന്ന് ബൊറൂട്ടോ ചോദിക്കണം. അടങ്ങ്, അത് റൂയിച്ചി കേവിൽ ഒരാളെ കൊണ്ട് പറ്റുമെന്ന് പറയണം, അത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത്രയും വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.